ഹലോ ഗൈസ്, ഇത് നമ്മുടെ ഈ സൈറ്റിൽ രണ്ടാമത്തെ ദിവസമാണ്. അപ്പോൾ ഇവിടുത്തെ എ സിയിലെ 3 റൂമിൻ്റെ വയറിങ് കഴിഞ്ഞു. ഓപ്പറേറ്റർ നമ്മൾ ഇട്ടത്. അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ 3 ബാത്റൂമുണ്ട് ഇതിൽ. 3 ബാത്റൂമിൽ അവർ പ്ലംബിങ് ചെയ്തപ്പോൾ ഹോട്ട് വാട്ടറിനൊക്കെ ഇട്ട് വെച്ചായിരുന്നു. അപ്പോൾ എത്രയും അവർക്ക് ആ 3 ബാത്റൂമിലും കൂടി കോമൺ ആയിട്ട് ഉള്ള രീതിയിലാണ് പ്ലംബിങ് ചെയ്തേക്കുന്നത്. അപ്പോൾ അവർക്ക് കോമൺ ആയിട്ടൊരു ഹീറ്റർ വെച്ചിട്ട് ആ 3 ബാത്റൂമിൽ കിട്ടുന്ന രീതിയിൽ ചൂടുവെള്ളം കിട്ടാൻ വേണ്ടിയിട്ടേ ഒരു പോയിൻ്റ് ചെയ്ത് കൊടുക്കുമെന്ന് ചോദിച്ചു. അപ്പോൾ ഇത് എല്ലാം കഴിഞ്ഞതിന് ശേഷമാണ് ഇതൊക്കെ പറയണത്. അപ്പോൾ നമ്മളൊരു കാര്യം ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റേ കോമൺ ഒരു ബാത്റൂമുണ്ട്, പിന്നെ 2 അറ്റാച്ച്ഡ് ആണ്. അപ്പോൾ ഇതൊക്കെ ബാക്ക് ടു ബാക്കായിട്ടാണ് ഈ ബാത്റൂം വന്നത്. ഒരെണ്ണം സെപ്പറേറ്റ്, മറ്റേ ഒക്കെ ഔട്ട് സൈഡിലേക്കുള്ള ഇതേ രീതിയിൽ തന്നെ വന്നേക്കണത്. അപ്പോൾ ചെയ്യാൻ എളുപ്പമുണ്ട്, അതുകൊണ്ട് ചെയ്ത് കൊടുക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ ഈ വലിച്ചിട്ടേക്കുന്ന എ സിയിലെ സർക്യൂട്ട് കൊണ്ടുവന്നേക്കണം. അതേ പൈപ്പിൽ കൂടെ തന്നെ നമ്മൾ ഇതിൻ്റെ സർക്യൂട്ട് വലിച്ചുകൊണ്ടുകൊണ്ട് ചെയ്ത് രണ്ടാമത് ചെയ്യേണ്ടി വന്നു. അപ്പോൾ ഒരു ജംഗ്ഷനൊക്കെ വെച്ചിട്ട് അവിടെ ചെയ്യേണ്ടി വന്നു. നേരത്തെ നമുക്ക് അതുപോലെ തന്നെ ഒരു ടീ ഇട്ട് കൊടുത്താൽ മതിയായിരുന്നു. ജംഗ്ഷൻ വെച്ചോണ്ട് ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല. ഇത് ഒക്കെ കൂടി അഴിച്ചെടുത്തിട്ട് പിന്നെ ചെയ്യാൻ പറ്റുള്ളൂ. അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാവുമല്ലോ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമ്മൾ എ സിക്ക് വേണ്ടി അങ്ങനെ കൊണ്ടുവരാനും ബുദ്ധിമുട്ടുണ്ടായിരുന്നു. കാരണം വെച്ചാൽ ഇത് പുറത്തേക്ക് വേറെ പൈപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നില്ല. ആ ബാത്റൂമിൻ്റെ ഉള്ളിൽ അവർ മറ്റേ കേസിംഗ് കേപ്പ് അടിച്ചിട്ടുണ്ടായിരുന്നു. അത് നേരെ മുകളിലേക്ക് ഇട്ട് ഒരു ബെർത്ത് ഉണ്ടായിരുന്നു. ഈ ബാത്റൂമിൻ്റെ ഹൈറ്റ് കുറച്ച് ഭാഗമാണ് കണ്ട. ആ സൺഷെയ്ഡ് നിൽക്കുന്നത് ആ ബാത്റൂമിൻ്റെ ടോപ്പാണ്. അപ്പോൾ അതിൽ നിന്നും ആ മുകളിലേക്ക് ഹോളിട്ട് അതിൽ കൂടെ പുറത്തു കൂടെ ഭിത്തിയും കൂടെ അടിച്ചു തന്നിട്ട് നേരെ പുറത്ത് ഹോളിട്ട് വരും. നമുക്ക് ചെയ്യാൻ പറ്റുള്ളായിരുന്നു. അപ്പോൾ നമ്മത് ചെയ്ത് അവസാനിപ്പിച്ച് ഹീറ്ററിന് പോയിൻ്റ് റെഡി ആക്കി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഓക്കെ ഗൈസ്.